അപ്പോൾ നമ്മൾ വിൽ സ്റ്റാർട്ട് വിത്ത് കീർത്തൻ. ജയ രാധാ മാധവ കുഞ്ച ബിഹാരി, ജയ രാധാ മാധവ കുഞ്ച ബിഹാരി, ജയ ഗോപി ചന്ന വല്ലഭ, ജയ गिरिवरधारी, जय गिरिवरधारी. यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन. यमुना तीरा वनचारी, यमुना तीरा वनचारी, जय राधा माधव कुंज बिहारी. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधरा, श्रीवासादि गौर भक्तवृंदा. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैत गदाधरा, श्रीवासादि गौर भक्तवृंदा. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. जय राधा माधव राधे, जय राधा गोपीनाथ राधे. जय कृष्ण बलराम जय कृष्ण बलराम, जय कृष्ण बलराम जय वृंदावन धाम. जय जगन्नाथ जय बलदेवा, जय सुभद्रा जय सुदर्शन. जय गौरनिताय जय गौरनिताय, जय गौरनिताय जय गौरानिताय. जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह, जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह. जय जय प्रभुपाद
Prabhupada Jaya Jaya Prabhupada Jaya Jaya Gurudev 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 Jaya Jaya Gurudev. Jiva Vishnupad Paramahamsa Purvajikacharya Stottra Sada. His Divine Grace is Bhaktivedanta Swami Srila Prabhupada ki jai. Jiva Vishnupad Paramahamsa Purvajikacharya Stottra Sada. His Divine Grace Bhakti Siddhanta Saraswati Goswami Prabhupada Maharaj ki. अनंत कोटि वैष्णव वृंद की जय। नमाचार्य श्री हरदास ठाकुर की जय। प्रेम से कहो श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद की जय। श्री श्री राधा कृष्ण गोप गोपीनाथ श्याम कुंड राध कुंड गिरि गोवर्धन की जय। मधुरा वृंदावन धाम की जय। जगन्नाथपुरी धाम की जय। मायापुर नवदीप धाम की जय। गंगा माई जमुना माई की जय। भक्ति देवी की जय। तुलसी महारानी की जय। समवेद भक्त वृंद की जय। हरिनाम संकीर्तन की जय। हरिनाम संकीर्तन महायज्ञ की जय। नताई गौर प्रेमानंद। All glories to assembled devotees, all glories to assembled devotees, all glories to assembled devotees. All glories to Shri Guru and Gauranga. All glories to Srila Prabhupada. All glories to Srila Gurudev. Thy Gaur Premanand. അപ്പോൾ എല്ലാ ഭക്തന്മാർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മള് ശ്രീമദ് ഭാഗവതം ആറാമത്തെ അധ്യായം, ഒന്നാമത്തെ സ്കന്ധം ആറാമത്തെ അധ്യായം, ശ്ലോകം 17. പ്രേമാദിഭര നിർഭിന്ന പുളകാംഗോതി നിർവൃതഃ ആനന്ദ സംപ്ലവേ ലീനോ ന പശ്യം ഉഭയം മുനേ. പ്രേമാദിഭര നിർഭിന്ന പുളകാംഗോതി നിർവൃതഃ ആനന്ദ സംപ്ലവേ ലീനോ ന പശ്യം ഉഭയം മുനേ. വിവർത്തനം. അല്ലോ വ്യാസദേവ, അന്നേരം അതിരേകമായ സന്തോഷാധിക്യത്താൽ എന്റെ ശരീരത്തിന്റെ സർവ അംഗങ്ങളും പ്രത്യേകമായി ഉത്തേജിതമായി ഹർഷോന്മോദ സാഗരത്തിൽ നിമഗ്നനാകിയാൽ എനിക്ക് എന്നെയോ ഭഗവാനെയോ ദർശിക്കുവാൻ കഴിഞ്ഞില്ല. ഓക്കെ, ശില പ്രഭുപാദരുടെ ഭാവാർത്ഥം: ആത്മീയ ആനന്ദ വികാരങ്ങൾക്കും തീവ്രമായ പരമാനന്ദത്തിനും യാതൊരു സാംസാരിക താരതമ്യവുമില്ല. ആകയാൽ അത്തരം വികാരങ്ങളെ വർണ്ണിക്കുന്നത് അത്യന്തം പ്രയാസകരമാണ്. അത്തരത്തിലുള്ള അതീന്ദ്രിയമായ ആനന്ദത്തിന്റെ ലവമാത്രമായ വീക്ഷണമാണ് ശ്രീ നാരദ മുനിയുടെ വാക്കുകളിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും അഥവാ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായ സവിശേഷ കർമ്മമുണ്ട്. മുക്താവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ ഭഗവത് സേവനത്തിന് പൂർണ്ണ കർമ്മക്ഷേമമാകയാൽ ഭഗവത് ദർശനത്തിന് ശേഷം ഭഗവത് സേവന സമർപ്പണത്തിനായി സർവ ഇന്ദ്രിയങ്ങളും സർവദാ പ്രബുദ്ധമായി തീരുന്നു. അപ്രകാരം ആ അതീന്ദ്രിയ ഹർഷോന്മാദത്തിൽ ഭഗവത് സേവനത്തിനായി ഇന്ദ്രിയങ്ങൾ വിഭിന്നമായി ഉജ്ജീവമാകുന്നു. അപ്രകാരം സംഭവ്യമാകുന്നതിനാൽ ശ്രീ നാരദ മുനിക്ക് ഒരേ സമയം അദ്ദേഹത്തെയും ഭഗവാനെയും ദർശിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ
നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് നാരദമുനിയുടെ ഉപദേശങ്ങള് ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പോ നാരദമുനി തനിക്ക് തന്റെ പൂർവ ജന്മത്തില് ഉണ്ടായിരുന്ന അവസ്ഥയെ പറ്റി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുക. അപ്പോ ആ അവസ്ഥ എന്താണെന്ന്, പൊതുവെ നമുക്ക് നേരിടുന്ന അനുഭവങ്ങള്, ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നേടുന്ന ആ ഒരു പ്രത്യേക സുഖങ്ങള് നമുക്ക് അത് വിവരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ അനുഭവത്തിലൂടെ അവർക്ക് എന്ത് നേടി എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഏത് തരത്തിലുള്ള ഒരു ഭക്തനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ടിരുന്ന, അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ സുഖങ്ങളെ പറ്റി നാരദമുനി പറയുകയാണ്. അപ്പൊ അത് കലിയുഗത്തിലല്ല ഈ സംഭവിച്ചത്, ഈ കഥ നടന്നത്. ഇപ്പോ അത് വേറൊരു യുഗത്തിലാണ് നടന്നത്, വേറൊരു ബ്രഹ്മദിനത്തിലാണ് ഇത് നടന്നത്. അപ്പോ അദ്ദേഹം എന്താ ചെയ്തത്? ഇപ്പോഴത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു, താൻ പ്രേമത്തിന്റെ ഭാരത്തൽ അതിഭരത്, പ്രേമ അധിഭര എന്നാ പറഞ്ഞിരിക്കണം അല്ലെ. അപ്പോ അദ്ദേഹത്തിന് എങ്ങനെയാ ഈ പ്രേമ അവസ്ഥ ലഭിക്കാനുള്ള, അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത്? കഴിഞ്ഞ ശ്ലോകത്തില് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പൊ എന്താണ് നാരദമുനി ചെയ്തത്? കാരണം നാരദമുനി എന്താ ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ആ ഒരു പാതയിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? നമ്മള് മഹാജന ഏന ഗതാസ പന്ത അല്ലെ. നമ്മുടെയും ജീവിത ലക്ഷ്യം എന്താണ്? എന്താണ് നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യം? ഈശ്വര സാക്ഷാത്കാരം. അതെ, ഈശ്വര സാക്ഷാത്കാരം. ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുക. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി എന്താ പറഞ്ഞ, ഒരു അധികം ഉയരത്തിലുള്ള വേറൊരു പ്രസ്ഥാനം കൂടി നമുക്ക് പ്രാപ്യമാകണം. എന്താണ്? കൃഷ്ണപ്രേമം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം കൃഷ്ണപ്രേമമാണ്. അപ്പൊ എങ്ങനെ കൃഷ്ണപ്രേമം നമുക്ക് ലഭിക്കുക? അപ്പോ കൃഷ്ണപ്രേമം ലഭിക്കുന്നതിനെ പറ്റി നോക്കിക്കഴിഞ്ഞാല് നമ്മളുടെ വൈദിക ശാസ്ത്രങ്ങളില് ഒരു ക്ലിയർ കട്ടായിട്ട് ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എക്സ്പ്ലനേഷൻസ് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ നാരദമുനി പറയുന്നുണ്ട്, ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു 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 വൃക്ഷത്തിന്റെ കീഴിൽ വന്നിരുന്നു, അരയാലിന്റെ കീഴിൽ വന്നിരുന്നു. എന്നിട്ട് എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഭക്തി വേദാന്തികൾ ഉപദേശിച്ചു തന്ന ആ ഒരു രൂപത്തെ ഞാൻ ധ്യാനിക്കാൻ തുടങ്ങി. അപ്പൊ ഇതൊരു ഐഡിയ ആണ് നമുക്ക്. ഓക്കെ, നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? നമുക്കും ഒരു അരയാലിന്റെ കീഴിൽ പോയിരുന്നിട്ട് ഭക്തി വേദാന്തികൾ എന്താണോ ഭഗവാന്റെ രൂപത്തെ പറ്റി ധ്യാനിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ആ രൂപത്തെ ധ്യാനിച്ചാൽ എന്ത് കിട്ടും? അത് ശ്ലോകത്ത് 16 നാരദമുനി പറഞ്ഞു. എന്ത് പറ്റി? അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചില്ല. ആക്ച്വലി എന്ത് ചെയ്തു? ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അദ്ദേഹം തന്റെ മനസ്സിനെ കേന്ദ്രീകരിച്ചു. അപ്പൊ പാതാരവിന്ദങ്ങളെ തന്റെ മനസ്സിൽ അദ്ദേഹം ധ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ മനസ്സിന് എന്ത് പറ്റി? മനസ്സിന് ഒരു ചേഞ്ച് വന്നു.
അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭഗവാനുള്ള അതീന്ദ്രിയമായ പ്രേമം ഉളവായി. അപ്പോൾ പ്രേമം ഉളവായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു, കണ്ണുകളിലൂടെ എന്താ പറഞ്ഞ ബാഷ്പങ്ങൾ വന്നു. അതിനു അപ്പുറം എന്ത് സംഭവിച്ചു? നാരദമുനിയുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായി. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത്. അപ്പോ നമ്മുടെ ഹൃദയത്തിലും ഭഗവാനെ നമുക്ക് പ്രത്യക്ഷനാക്കാൻ പറ്റും ഈ പാതയിലൂടെ പോയി കഴിഞ്ഞാൽ, അല്ലേ? അപ്പോ പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നാരദമുനി ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അനിയന്ത്രിതമായ സന്തോഷം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അളക്കാനാവാത്ത അല്ലെങ്കിൽ അളവറ്റ സന്തോഷം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഈ സന്തോഷം എന്ന് പറയുമ്പോ ആനന്ദം, അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ട് ആനന്ദം. അതിയായ ആനന്ദം അനുഭവപ്പെട്ടു. പൊതുവെ നമുക്ക് വളരെയധികം സന്തോഷം വരുമ്പോൾ നമുക്ക് ആനന്ദം എവിടെയാ അനുഭവപ്പെടുന്നത്? എവിടെയായിരിക്കും നമുക്ക് ആനന്ദം അനുഭവപ്പെടുന്നത്? ചോദ്യം. ഭയങ്കര സന്തോഷം. എന്താണ് മോജി? ഹൃദയത്തിൽ ആനന്ദം വരും. അതെ, ഏറ്റവും കൂടുതൽ ആനന്ദം നമുക്ക് ഹൃദയത്തിൽ വരും. പിന്നെ ഹൃദയത്തിൽ നിന്നും ആ ആനന്ദം എങ്ങോട്ടും പോവും? ഹൃദയത്തിന്റെ കണ്ണാടിയിലേക്കും പോകും, അല്ലെ? അപ്പോ മനസ്സിലേക്കും വരും, അല്ലെ? അപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയവും മനസ്സും മാത്രമല്ല, പക്ഷെ ഈ ഒരു ആനന്ദം തന്നെ മതി നമുക്ക് ഏറ്റവും അധികം സന്തോഷം, സുഖം ലഭിക്കുവാനായിട്ട്. അപ്പോ യഥാർത്ഥത്തിൽ ഈ ആനന്ദം അനുഭവപ്പെട്ടത് നാരദമുനിയുടെ എന്താണ് ഭൗതിക ശരീരത്തിലല്ല, സൂക്ഷ്മ ശരീരത്തിലുമല്ല. ജീവാത്മാവിന് ഒരിക്കലും ആനന്ദം തന്റെ സൂക്ഷ്മ ശരീരത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, ഓക്കെ. അപ്പോ നമ്മളുടെ എല്ലാം ഭൗതിക ശരീരത്തിലും അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലുള്ള ആനന്ദം അത് ആധ്യാത്മികമല്ല. യഥാർത്ഥമായിട്ടുള്ള ആനന്ദം ലഭിക്കണമെങ്കിൽ ജീവാത്മാവിന്റെ യഥാർത്ഥ ആ ഒരവസ്ഥയിൽ നിന്നാണ് ആനന്ദം ലഭിക്കുന്നത്. പക്ഷെ ജീവാത്മാവിന് ലഭിക്കുന്ന ആനന്ദവും പരിമിതമാണ്. മാക്സിമം ജീവാത്മാവിന് ലഭിക്കാൻ പറ്റുന്ന ആനന്ദവും പരിമിതമാണ്. പക്ഷെ ആ ആനന്ദം തൻ്റെ ഭഗവാന്റെ ശക്തിയിൽ നിന്നും, ഭഗവാന്റെ അന്തരംഗ ശക്തിയിൽ നിന്നും വരുന്ന ആനന്ദം, ഹ്ലാദിനി ശക്തി വരുമ്പോ ആ ആനന്ദം അത് നമുക്ക് നിർവചിക്കാനാവാത്ത ആനന്ദമാണ്. അതിന്റെ പ്രതിഫലം ശരീരത്തിന്റെ ഓരോ അംഗങ്ങളിലും വരും. അതായത് ജീവാത്മാവിന്റെ ഓരോ അതീന്ദ്രിയമായ ഇന്ദ്രിയങ്ങളിലും ആനന്ദം അനുഭവപ്പെടും. അപ്പൊ ഇതാണ് നാരദമുനിക്ക് അനുഭവപ്പെടുന്നത്. പ്രേമാധിഭര നിർഭിന്ന. കാരണം ശരീരത്തിന് ഈ ആനന്ദം സ്വീകരിക്കാൻ പറ്റില്ല. മനസ്സിനും ഈ ആനന്ദം ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒന്ന് ആലോചിക്കേ, നമ്മുടെ കുറെ ആനന്ദം ഇങ്ങനെ ഒഴുകി വരുന്നു. ആ ആനന്ദം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു എന്താണ് പ്രഭാത പറയണം, സ്റ്റാറ്റിക് അല്ല. അതെങ്ങനെയുള്ള ആനന്ദം? ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം. ശരീരത്തിന് ഈ ആനന്ദത്തിനെ സ്വീകരിക്കാൻ പരിമിതികളുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ശരീരത്തിൽ നിന്നും, ആധ്യാത്മിക എന്താ പറയണ സെൻസസിൽ നിന്നും തൻ്റെ ഭൗതിക ശരീരത്തിലും വന്നിട്ട്
ഓരോ ഇന്ദ്രിയങ്ങളെയും അത് വളരെയധികം സജീവമാക്കി. അപ്പോ ഒരു ഇന്ദ്രിയം, ഇപ്പൊ മനസ്സും ഒരു ഇന്ദ്രിയമാണ് അല്ലെ. ഓരോ ഇന്ദ്രിയവും ആനന്ദത്താൽ അത് അത് എന്താ പറയണം, അത് ആനന്ദത്തിന്റെ അത്യധികമായ ഭാരത്താൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇന്ദ്രിയങ്ങളും അത് ആനന്ദത്തില് അത് അത് എന്താണ് അതിന്റെ എക്സ്റ്റെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയില് അദ്ദേഹത്തിന്റെ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിനായിട്ട് അദ്ദേഹം ഓട്ടോമാറ്റിക്കലി എൻഗേജ്ഡ് ആയി. ഓരോ ഇന്ദ്രിയങ്ങളും. അപ്പോ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഓരോ ഇന്ദ്രിയങ്ങളും. അപ്പൊ നമ്മൾ നാരദമുനി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് കേട്ടിട്ടുണ്ടല്ലോ. നാരദ ഭക്തി സൂത്രത്തില് അദ്ദേഹം ഭക്തിയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് നാരദമുനി അവിടെ ഭക്തി എന്ന് പറയുന്നത്? എന്താണ് ഭക്തിയെ പറ്റി നാരദമുനി നമുക്ക് പറഞ്ഞു തരുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ ശ്ലോകം? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവര് നിർവചനങ്ങൾ നടത്തുമ്പോ അവര് തങ്ങളുടെ ഭൗതിക അവബോധത്തിൽ നിന്നല്ല അവര് നടത്തുന്നത്. സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഋഷികേന ഋഷികേശ സേവനം ഭക്തിരുച്യതേ. നാരദമുനി തന്റെ അനുഭവത്തിലൂടെ പറയാം. എന്താണ്? അത്യധികമായ അതീന്ദ്രിയമായ ആനന്ദം അദ്ദേഹം മുഴുവനുമായിട്ടും മൂടിക്കഴിഞ്ഞു. അപ്പൊ ഈ അവസ്ഥയിൽ എന്ത് സംഭവിച്ചു? നാരദമുനി തന്നെയും, നമുക്ക് ഏതൊരു അവസ്ഥയാണെങ്കിലും നമുക്ക് ഞാനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇനി നമുക്ക് നമ്മളെ മറക്കാൻ പറ്റുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്? നമ്മളെ കംപ്ലീറ്റ്ലി മറക്കാൻ പറ്റുന്ന ഒരവസ്ഥ, ഞാനില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ എപ്പോഴാണ്? എപ്പോഴാണ് എന്നെ തന്നെ ഞാൻ മറന്നു പോകുന്നത്? നമ്മുടെ നിദ്രയിൽ തന്നെ നമ്മൾ പറയേണ്ടത്, നമ്മള് അഗാധമായ നിദ്രയിലാണ്, ഗാഠനിദ്രയിലാണെങ്കിൽ ആ സമയത്ത് നമുക്ക് നമ്മളെ തന്നെ അറിയാൻ പറ്റില്ല. അതിനും അപ്പുറമുള്ള ലെവലുണ്ട്. ആ സമയത്ത് തുര്യാവസ്ഥ, ആ സമയത്ത് നമുക്ക് നമ്മളെ തന്നെ നമ്മൾ വിസ്മരിക്കും. ഈ തുര്യാവസ്ഥയില് ഈ സമയത്ത് നാരദമുനിക്ക് ആരെ കാണാൻ പറ്റിയില്ല? ഭഗവാനെയും കാണാൻ പറ്റിയില്ല, തന്നെയും കാണാൻ പറ്റിയില്ല. ഒന്ന് ആലോചിക്കുക, അത്രത്തോളം ആനന്ദം. അപ്പൊ നമുക്കും ആഗ്രഹമില്ലേ ഈ ഒരു ആനന്ദം നമുക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്? ജീവിതത്തിൽ നമ്മൾ നേടിയിട്ടുള്ള ആനന്ദങ്ങളെല്ലാം തുച്ഛമായി പോകും. ഒരു ആനന്ദം ആനന്ദമല്ല ഭഗവാനെ, ആയിക്കോട്ടെ, അത് മാറ്റരുത്. ഹരേ കൃഷ്ണ. അപ്പോ ഈ ഒരു ആനന്ദം നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആനന്ദമാണ്. ഇപ്പൊ നമുക്കും ആഗ്രഹമില്ലേ ഈ ഒരു ആനന്ദം? അത് നാരദമുനിക്ക് കിട്ടിയ ആനന്ദം അത് ഭക്തിയുത സേവനം കൊണ്ട് കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? നാരദമുനി ഫോളോ ചെയ്ത അതേ പാത്ത്. പക്ഷേ ഈ ധ്യാനിക്കുന്നത് ഏത് യുഗത്തിലാണ് നമ്മൾ പൊതുവെ ഭഗവാനെ കാണുവാനായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ സാക്ഷാത്കരിക്കുവാനായിട്ട് നമ്മള് ഏത് യുഗത്തിലാണ്? നമുക്ക് സത്യയുഗത്തില്. ഇതിപ്പോ ഏത് യുഗ? കലിയുഗം. ഇപ്പൊ കലിയുഗത്തില് ഈ ഒരു പദ്ധതി നമ്മള് അനുവർത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് വിജയം കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പറ്റുക നോക്ക്. ഇനി കലിയുഗത്തിലേക്ക് വേണ്ടിയുള്ള മാർഗം നോക്കിക്കഴിഞ്ഞാല്, പക്ഷെ ഇവിടെ നമുക്ക് ഒരു എന്താണ്
ഒരു ഉദാഹരണം നമുക്ക് കിട്ടിയത് നാരദമുനിയുടെ ഈ ഒരു കലിയുഗത്തിലെ പദ്ധതി അനുസരിച്ച് എനിക്ക് ഈ ഒരു സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ ഈ തലത്തിലേക്ക് എത്താൻ പറ്റും. കലിയുഗത്തിലെ പദ്ധതി എന്താ? നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം. പക്ഷെ നാമസങ്കീർത്തനം കൊണ്ട് നാരദമുനിക്ക് ലഭിച്ച ഈ അതീന്ദ്രിയമായ തലത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റുമോ? സാധ്യതയുണ്ടോ? എന്തെങ്കിലും ഒരു വഴി നാമസങ്കീർത്തനം വെച്ച് നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത് 2 കാരണങ്ങളാണ്. ഒന്ന് ബാഹ്യ കാരണമുണ്ട്, പിന്നെ അതേ കൂടാതെ അദ്ദേഹത്തിന്റെ നിഗൂഢമായ ഒരു കാര്യം കൂടിയുണ്ട്. ബാഹ്യമായിട്ടുള്ള കാരണം എന്തായിരുന്നു? ആർക്കെങ്കിലും അറിയാമോ? നാമം പ്രചരിപ്പിക്കാൻ. നാമം പ്രചരിക്കണം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അത് ബാഹ്യമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ 36 വയസ്സ് വരെ നാമം പ്രചരിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ബാഹ്യമായിട്ടുള്ള ഒരു കാരണം, നാമം പ്രചരിപ്പിച്ച് അദ്ദേഹം ഭാരതമൊട്ടാകെ അദ്ദേഹം നടന്ന് ഈ നാമത്തിന്റെ പ്രചാരം നടത്തി. എല്ലാവർക്കും ഹരിനാമം കൊടുത്തു. അപ്പോ നിങ്ങൾക്ക് ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്ത്യലീലയില് ചൈതന്യ മഹാപ്രഭുവിന് രഹസ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അദ്വൈതാചാര്യ നൽകുന്നുണ്ട്. എന്താണ് രഹസ്യം? ഭഗവാനും ഭഗവത്ഗീതയിൽ അർജുനോട് പറയുന്നുണ്ട്, അർജുന, ഞാനും നിന്നോട് രഹസ്യം പറഞ്ഞുതരാം. രഹസ്യമേതത്വം എന്ന് പറയുന്നത് രഹസ്യമാണെങ്കിൽ എന്തിനാ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്? മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് ചിലപ്പോ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും, എന്നാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അദ്വൈതാചാര്യര്, ഹരേ കൃഷ്ണ, അദ്വൈതാചാര്യര് ഒരു നിർദ്ദേശം കൊടുത്തു ചൈതന്യ മഹാപ്രഭു. എന്താണ് ആ നിർദ്ദേശം? അതായത് മാർക്കറ്റില് അരി എല്ലായിടത്തും എത്തി. ഇനി മാർക്കറ്റില് അരി വിതറേണ്ട ആവശ്യമില്ല. 36 വർഷം ചൈതന്യ മഹാപ്രഭു മാർക്കറ്റ് ഫുള്ളാണ്, എല്ലായിടത്തും അരിയുണ്ട്. അതുകൊണ്ട് ഇനി മാർക്കറ്റിൽ അരിയുടെ ആവശ്യമില്ല. അതിന്റെ അർത്ഥം എന്താ? മാർക്കറ്റിൽ അരി എത്തിയെങ്കിൽ എന്താ പ്രശ്നം? അപ്പോ ഇതൊരു രഹസ്യമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു. ഇത് വായിച്ച 3 പേർക്ക് ഈ നിർദ്ദേശം എന്താണെന്ന് മനസ്സിലായി. ഒന്ന് ചൈതന്യ മഹാപ്രഭുവിന് മനസ്സിലായി എന്താണ് അദ്വൈതാചാര്യർ പറഞ്ഞിരിക്കുന്നത്. സ്വരൂപ് ദാമോദർ പ്രഭുവിനും രായ് രാമാനന്ദ പ്രഭുവിനും മനസ്സിലായി. ചൈതന്യ മഹാപ്രഭു അതിനുശേഷം വളരെ ഗംഭീരനായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്താണ് ആ നിർദ്ദേശത്തിന്റെ രഹസ്യം? എന്താണ് അതിന്റെ യഥാർത്ഥ ആശയം എന്തെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? അതായത് എല്ലാവർക്കും നാമസങ്കീർത്തനം പ്രചരിപ്പിച്ചു, അതാണോ പ്രഭു ഉദ്ദേശിച്ചത്? നാമസങ്കീർത്തനം പ്രചരിപ്പിച്ചു. എല്ലാവരും പൂർണ്ണമായിട്ട് കൃഷ്ണപ്രേമത്തിൽ മഗ്നരായി. അതുകൊണ്ട് ഇനി അങ്ങയുടെ ബാഹ്യമായ കാര്യത്തിന് വേണ്ടി അങ്ങ് ഇനി സമയം കളയണ്ട. അങ്ങ് വന്നത് 2 കാര്യത്തിനാ. ഒന്ന് ബാഹ്യമായിട്ടുള്ളൊരു റീസൺ. ഇനി ഗോപ്യമായ കാര്യത്തിലേക്ക് അങ്ങ് ആ കാര്യം നേടുവാൻ അങ്ങ് സമയം കണ്ടെത്തുക. അപ്പോ ശ്രീ ചൈതന്യ മഹാപ്രഭു അന്ന് മുതല് ഗംഭീര, അതായത് ജഗന്നാഥപുരിയില്
രാധാറാണിയുടെ ആ ഭാവത്തിലേക്ക് പോയി. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രചരണമാണെങ്കിലും ശ്രീ ചൈതന്യ മഹാപ്രഭു ഗംഭീരത്തില് രാധാറാണിക്ക് മാത്രം പ്രാപ്യമാകുന്ന ആ സ്നേഹത്തിന്റെ തലങ്ങളിലേക്ക് പോയി. സ്നേഹം, പ്രേമം, മാനം. അപ്പൊ പ്രേമത്തിന്റെ പല പല തലങ്ങളില് ഗോപികമാർക്ക് മാത്രം പ്രാപ്യമായ തലങ്ങളിലേക്ക് അതിരൂഢ ഭാവം. പ്രഭു ആ 3 പേരിൽ ഒരാൾ ആരായിരുന്നു? ഒന്ന് ചൈതന്യ മഹാപ്രഭു, ഒന്ന് പിന്നെ സ്വരൂപ സ്വരൂപ് ദാമോദർ മൂന്നാമത്തെ. പ്രഭു, മൂന്നാമത്തെ റായി രാമാനന്ദ. താങ്ക് യു പ്രഭു. പിന്നെയുള്ള അദ്ദേഹത്തിന്റെ 14 വർഷം അദ്ദേഹം ഇവര് പേരുമായിട്ട് രാധാറാണിയുടെ ആ ഭാവങ്ങള് അദ്ദേഹം ടേസ്റ്റ് ചെയ്യായിരുന്നു. വേറെ ഒന്നുമില്ല ഡിസ്കഷൻ. രാധാറാണിയുടെ വിരഹം, ആ വിരഹത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് ചൈതന്യ മഹാപ്രഭു പോവുകയാണ് ചെയ്തത്. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഒരു ഭാവം മനസ്സിലാക്കിയത് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആരൊക്കെയാണ്? റായി രാമാനന്ദ പ്രഭു, അതേപോലെ സ്വരൂപ് ദാമോദർ. ഇവർക്ക് ശരിക്കും ചൈതന്യ മഹാപ്രഭുവിന് ഗൈഡ് ചെയ്യാനും പറ്റി. കാരണം എന്താണ്? ഇവർക്ക് 2 പേർക്കും ഉണ്ട് ഈ ഭാവം. അവരും കൃഷ്ണപ്രേമികളാണ്. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഭാവത്തിന് എങ്ങനെയാണോ ശ്രീമതി രാധാറാണി ഭഗവാന്റെ കൃഷ്ണ വിരഹത്താൽ വൃന്ദാവനത്തിൽ വസിച്ചിരുന്ന സമയത്ത് എപ്രകാരമാണോ രാധാറാണിയുടെ പാർഷദികളായ അല്ലെങ്കിൽ സഖിമാരായ വിശാഖ സഖിയും, പിന്നെ ആരായിരുന്നു അടുത്ത സഖി? ലളിത സഖി. ലളിത സഖിയും വിശാഖ സഖിയും എപ്രകാരമാണോ രാധാറാണിയെ സമാശ്വസിപ്പിച്ചിരുന്നത്, അതേപോലെ ഇവർക്ക് 2 പേർക്കും ചൈതന്യ മഹാപ്രഭുവിനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞു. കാരണം ഇത് ലളിത സഖിയും വിശാഖ സഖിയുമാണ്. ഓക്കെ. അപ്പോ ആ സമയത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ അതീവ രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഹയസ്റ്റ് ലെവൽ ഓഫ് കൃഷ്ണപ്രേമത്തിൽ മുഴുകിയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ദിവസം ഒരു ചിന്ത വന്നു. കലിയുഗത്തിലെ ജീവാത്മാക്കൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? കാര്യം കലിയുഗം വളരെ വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലേക്ക് ഇനിയും വഴുതി വീഴും. എങ്ങനെ ഈ ജീവാത്മാക്കൾക്ക് രക്ഷ നേടാൻ പറ്റും? ധർമ്മം അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റും? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ശ്രീമതി രാധാറാണിയുടെ ഭാവത്തില് വിരഹത്തില് നിൽക്കുക. പക്ഷെ നമുക്കറിയാം ഈ വിരഹമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ശ്രീമതി രാധാറാണിക്ക് നൽകുന്നത്. ആ വിരഹത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നെ മറന്നിട്ട് ചില സമയത്ത് അദ്ദേഹം കൃഷ്ണവിരഹത്താൽ തന്റെ ശരീരഭാഗങ്ങൾ ഗംഭീരയിൽ ഇങ്ങനെ ഉരയ്ക്കുമായിരുന്നതാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയ ആ വിഷമം കലിയുഗത്തിലെ ജീവജാലങ്ങൾക്ക് എങ്ങനെ ഏറ്റവും വളരെ ഗോപ്യമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള സുഖം എങ്ങനെ അവർക്ക് ലഭിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. കലിയുഗത്തില് ഇപ്പൊ നാരദമുനി ഇന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പദ്ധതി അനുഷ്ഠിക്കുകയാണെങ്കിലും അവർക്ക് രക്ഷയില്ല. യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും രക്ഷയില്ല. ഇനി ഭഗവാൻ സ്വയം വന്നാലോ അതേ ഒരു രക്ഷയുള്ളൂ, അല്ലെ? പക്ഷെ ചൈതന്യ മഹാപ്രഭു വന്നത് രാധാഭാവത്തിലാണ്. അപ്പോ ഭഗവാനെ പറയുന്ന ത്രിയുഗി എന്ന് പറയുന്നുണ്ട്. 3 യുഗങ്ങളിൽ മാത്രമേ ഭഗവാൻ വരത്തുള്ളൂ. കാര്യം കലിയുഗത്തില് ലീല അവതാരമില്ല.
അതുകൊണ്ട് തന്നെ ഭഗവാനും കലിയുഗത്തിനെ കൈവിടിഞ്ഞു. കലിയുഗത്തിലും ഭഗവാൻ അവതരിക്കില്ല. ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കലിയുഗത്തിൽ അവതരിക്കത്തില്ല. അപ്പൊ കലിയുഗത്തിന് ഒരു രക്ഷയില്ല. അപ്പോ ഇങ്ങനെ കൃഷ്ണ പ്രേമത്താൽ വിരഹത്താൽ കംപ്ലീറ്റ്ലി ഇരിക്കുന്ന ചൈതന്യ മഹാപ്രഭുവിന് ഒരു ദിവസം റായ് രാമാനന്ദ പ്രഭുവിന്റെ അടുത്തും സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ അടുത്തും അദ്ദേഹം പറയുകയുണ്ടായി, ഏയ് രാമാനന്ദ, സ്വരൂപ് ദാമോദർ, കലിയുഗത്തിലെ പതീതരായ ജീവാത്മാക്കൾക്ക് സാന്ത്വനമാകാൻ ഒരു മാർഗമുണ്ട്. എന്താണ്? ഭഗവാന്റെ നാമജപം. പക്ഷെ ഇത് ചൈതന്യ മഹാപ്രഭു ആരാടാ പറയേണ്ടത്? വളരെ പ്രേമി ഭക്തരായിട്ടുള്ള സ്വരൂപ് ദാമോദർ ഗോസ്വാമിക്കും റായ് രാമാനന്ദ പ്രഭു. പക്ഷെ ഇത് അത്ര വലിയ സീക്രട്ട് ഒന്നുമല്ല. ഇതാണ് ചൈതന്യ മഹാപ്രഭു താന്ന്. പക്ഷെ ഇതിപ്പോ എന്താ സീക്രട്ട് അല്ലെ? പുതിയൊരാളോട് പറയുകയാണെങ്കിൽ അത് വലിയ സീക്രട്ട് ആണ്. പക്ഷെ ഇതല്ലേ ചൈതന്യ മഹാപ്രഭു ഇത്ര നാളെ ചെയ്യായിരുന്നു, 36 വർഷം. ഇതിലെന്താ എത്ര സീക്രട്ട്? ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ വിരഹത്താൽ അല്ലെങ്കിൽ രാധാറാണിയുടെ ഭാവത്തില് ഭഗവാന്റെ വിരഹത്തിലിരിക്കുന്ന സമയത്തും ചൈതന്യ മഹാപ്രഭുവിന് ആ വിരഹത്തിലും സ്വാന്തനം നൽകുവാൻ എന്ത് സംഭവിച്ചു? എന്ത് ഫലപ്രദമായി? നാമജപം ഫലപ്രദമായി. അപ്പൊ നാമജപം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുപ്രീം സീക്രട്ടാണ്. കാരണം നാമജപത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ആർക്ക് സാധിക്കണം? അതീന്ദ്രിയമായ തലത്തിലെത്തുന്ന ആൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ചൈതന്യ മഹാപ്രഭു നൽകിയ ആ ഒരു ഉപദേശം നമുക്കെല്ലാവർക്കും അറിയാം. ചേതോ ദർപ്പണം ആർജനം എന്ന് പറയുന്ന ആ ശിക്ഷാഷ്ടകം വളരെ ഗുഹ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അപ്പൊ നമുക്കൊരു രക്ഷ കിട്ടി. എന്താണ്? നാരദമുനിക്ക് കിട്ടിയ ഈ സുഖം കലിയുഗത്തില് നമുക്ക് കിട്ടാനായിട്ട് ചൈതന്യ മഹാപ്രഭു അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി ഇൻ കേസ് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിലും നാമജപം അനുവർത്തിക്കുന്ന ഭക്തന് എന്ത് സംഭവിക്കും? അവന് ജീവിത ലക്ഷ്യമായ കൃഷ്ണപ്രേമത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോ ഇത് ആക്ച്വലി നമ്മള് നോക്കുകയാണെങ്കിൽ വളരെ ഗോപ്യമായിട്ടുള്ള റായ് രാമാനന്ദരായും അതേപോലെ സ്വരൂപ് ദാമോദർ ഗോസ്വാമിയും സംസാരിക്കുന്നത് നാലാമതൊരു വ്യക്തിക്ക് അറിയില്ല. അത്രത്തോളം ഗോപ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അതീവ ഗോപ്യമായിട്ടുള്ള ഈ നാമജപം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അല്ലെങ്കിൽ ശ്രീമതി രാധാറാണിയുടെ കാരുണ്യമാണ്. അപ്പൊ ഈ പദ്ധതി നമ്മൾ അനുവർത്തിക്കുകയാണെങ്കിൽ നാമജപത്തിൽ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ പോവുകയാണെങ്കിലും എന്ത് സംഭവിക്കും? നമുക്ക് ആ നാമജപം തുടങ്ങുന്ന അവസ്ഥയിൽ തന്നെ ആനന്ദാംബുധി വർദ്ധനം സംഭവിക്കും. രൂപഗോസ്വാമി പറയുന്നുണ്ട് അല്ലെ, ഭക്തിയുത സേവനത്തിന് എന്താ സംഭവിക്കുക? സാന്ദ്രാനന്ദ വിശേഷാത്മം. അപ്പോ ആ തുടങ്ങുന്ന അവസ്ഥയിൽ പോലും നമുക്ക് എന്ത് ലഭിക്കും? ആനന്ദാംബുധി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പൊ നമുക്ക് കലിയുഗത്തിലെ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കും 100% ആശ്രയിക്കാൻ പറ്റുന്ന റിസൾട്ട് ഓറിയന്റഡ് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി എന്താണ്? ഭഗവാന്റെ നാമജപം.
ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്ന മാർഗത്തിലൂടെ പോവുകയാണെങ്കിൽ എപ്രകാരമാണോ നാരദമുനിക്ക് കിട്ടിയ ആ ഒരവസ്ഥ, പ്രേമാതിഭര നിർഭിന്ന പുളകാങ്കോതി നിർവൃത ആനന്ദ സംപ്ലവേ ലീനോ ന പശ്യമു ഭയം മുനേ, ഈ അവസ്ഥയിലേക്ക് കലിയുഗത്തിലെ പ്രാണികൾക്കും എത്തുവാൻ സാധിക്കും. അപ്പോ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമൊന്നും ഇല്ലാത്ത സംസ്ഥയിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഡിസ്കഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡ പ്രണാംസ്. ഹരേ കൃഷ്ണ. പ്രഭുജി, നമുക്കെന്താ ആനന്ദം കിട്ടാത്ത? നമുക്ക് ആനന്ദം കിട്ടാത്തതിന്റെ കാരണം ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്ന പദ്ധതി നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോ ഡോക്ടർ നമുക്ക് മെഡിസിൻ തന്നു, പക്ഷെ മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ മെഡിസിൻ കഴിക്കുമ്പോൾ 3 നേരം കഴിക്കണം, പിന്നെ വർജിക്കേണ്ട കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യണം. അപ്പോ ആ മെഡിസിനും ഇൻസ്ട്രക്ഷനും നമ്മൾ അതേപോലെ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ആനന്ദം ലഭിക്കും. ചെറിയൊരു എക്സാമ്പിള്, നമ്മൾ ഭക്തിയുത സേവനത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എല്ലാ ഭക്തന്മാരെയും വളരെ ശ്രേഷ്ഠ ഭക്തരായിട്ട് കാണും. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ആ സമയത്ത് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ കുറച്ചൊക്കെ സീനിയർ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ബാക്കിയുള്ളവരെ കാണുന്നു? അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങള് നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിത ലക്ഷ്യം ഇതായിരിക്കണം, ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ. അതിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഉപദേശം, ഈ ശിക്ഷാഷ്ടകത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വീകരിക്കാവുന്ന ഉപദേശം എന്താണ്? അമാനിന മാനദേന കീർത്തനീയ സദാഹരി. എപ്പോ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശം പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ എത്താൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് എത്താൻ പറ്റും. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. അതായത് ഞാൻ പറയുന്നത്, മാതാജി ചോദിച്ചു നമ്മൾ ആ ലെവലിൽ എത്താൻ പറ്റുന്നില്ല നമുക്ക്, അതുകൊണ്ടാണ്. എന്നാൽ ഞാൻ ഭഗവത്ഗീത 5-ാം അധ്യായത്തില് 7-ാം ശ്ലോകത്തില് പർപ്പോട്ടില് പ്രഭുപാദർ പറയുന്നത്, കൃഷ്ണബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾ എല്ലാവരെയും സേവിക്കുന്നു, അതുകൊണ്ട് അയാൾ എല്ലാവർക്കും പ്രിയങ്കരനുമാണ്. തന്റെ പ്രവൃത്തികൾ ഏവരെയും തൃപ്തിപ്പെടുത്തുന്നതിനാൽ അയാൾ നിർമ്മല പ്രജ്ഞനുമാണ്. ഭഗവത് സേവനത്തിലൊഴികെ മറ്റൊന്നിലും അയാളുടെ ഇന്ദ്രിയങ്ങൾ ഒരു കാരണവശാലും വ്യവഹരിക്കുകയില്ല. കൃഷ്ണനെ കുറിച്ചുള്ളതല്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുകയില്ല. കൃഷ്ണന്റെ പ്രസാദമല്ലാത്ത എന്തെങ്കിലും ഭക്ഷിക്കാനോ ഇഷ്ടപ്പെടില്ല. കൃഷ്ണനുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുവാനോ അയാൾക്ക് താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് അയാളുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിതങ്ങളാണ്. ഇന്ദ്രിയ ദമനം സാധിച്ച മനുഷ്യൻ ആരോടും ഒരു അപരാധവും ചെയ്യുകയില്ല. ഹരേ കൃഷ്ണ. ഹരിബോൾ. കൃഷ്ണ പ്രേമം ലഭിച്ചു കഴിഞ്ഞ ഭക്തന്റെ കാര്യം അതാണ് അല്ലെ. പക്ഷെ നമുക്ക് ആർക്കും കൃഷ്ണപ്രേമം ഇല്ല. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അവിടെ എത്തണമെങ്കിൽ നമ്മള് ഈ ഒരു പദ്ധതിയിലൂടെ പോകണം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മനോജ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്സായിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. താങ്ക് യു. നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. അപ്പൊ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. ശ്രീല പ്രഭുപാദ കി ജയ്. ശ്രീല ഗുരുദേവ് കി ജയ്. വാഞ്ചകൽപത്ര കി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വാഞ്ചകൽപത്ര. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ശരി, ക്ലോസ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ.